അമൃത് ജലവിതരണ പദ്ധതിയുടെ ഭാഗമായ കുടിവെള്ള ടാങ്ക് ആനത്താവളത്തിൽ സ്ഥാപിക്കണമെന്ന ആവശ്യത്തിൽ നിന്ന് ഗുരുവായൂർ നഗരസഭ പിന്മാറി. ടാങ്ക് സ്ഥാപിക്കുകയാണെങ്കിൽ ദിവസേന 1.5 ലക്ഷം ലിറ്റർ വെള്ളം സൗജന്യമായി നൽകണമെന്ന ദേവസ്വത്തിന്റെ ആവശ്യം അംഗീകരിക്കാനാകില്ലെന്ന് നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് കൌൺസിലിൽ വ്യക്തമാക്കി. സ്ഥലത്തിന്റെ ഉടമസ്ഥത ദേവസ്വത്തിൽ തന്നെ നിലനിർത്തി ടാങ്ക് നിർമ്മിക്കാനാണ് നഗരസഭ അനുമതി തേടിയിരുന്നത്. ഇതേ തുടർന്ന് ദേവസ്വം മന്ത്രിയുടെയും ജലവിഭവ മന്ത്രിയുടെയും സംയുക്ത യോഗം ചേർന്നപ്പോൾ തങ്ങളുടെ സ്ഥലത്ത് ടാങ്ക് നിർമ്മിക്കാൻ അനുമതി നൽകണമെങ്കിൽ കുടിവെള്ളം സൗജന്യമായി നൽകണമെന്ന ആവശ്യം ദേവസ്വം മുന്നോട്ട് വയ്ക്കുകയായിരുന്നു. ഇക്കാര്യത്തിൽ നഗരസഭാ കൌൺസിൽ ചേർന്ന് തീരുമാനമെടുക്കാൻ യോഗം നഗരസഭാ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. ദേവസ്വം ആവശ്യപ്പെട്ട 1.5 ലക്ഷം ലിറ്റർ കുടിവെള്ളത്തിന്റെ വില നഗരസഭ നൽകണമെന്ന നിർദ്ദേശവും യോഗം മുന്നോട്ടുവച്ചു. തദ്ദേശ മന്ത്രി യോഗത്തിലുണ്ടായിരുന്നില്ല. വിഷയം വ്യാഴാഴ്ച ചേർന്ന കൌൺസിലെത്തിയപ്പോൾ ദേവസ്വത്തിന്റെ നിർദ്ദേശം അംഗീകരിച്ചാൽ ഇപ്പോഴത്തെ നിരക്കനുസരിച്ച് 1.80 ലക്ഷം രൂപ പ്രതിമാസം നഗരസഭ വെള്ളക്കരമായി നൽകേണ്ടി വരുമെന്ന് നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് പറഞ്ഞു. മറ്റൊരു സ്ഥലത്ത് ടാങ്ക് സ്ഥാപിക്കുമെന്നും അറിയിച്ചു. പൂക്കോട് മേഖലയിലേക്ക് സുഗമമായി വെള്ളം നൽകാനാണ് ടാങ്ക് സ്ഥാപിക്കുന്നത്. നഗരസഭയുടെ കീഴിലെ ചാവക്കാട് സ്കൂൾ ഗ്രൗണ്ട് ഫുട്ബോൾ ടർഫ് ഗ്രൗണ്ടാക്കി മാറ്റുന്നതോടെ ഈ സ്കൂളിലെ കുട്ടികൾക്ക് ഫുട്ബോൾ ഒഴിച്ചുള്ള കായിക ഇനങ്ങൾ പരിശീലിക്കാൻ മൈതാനം ഇല്ലാതാകുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് KP ഉദയൻ പറഞ്ഞു. ആദ്യത്തെ പ്ലാനിൽ അത്ലറ്റിക്സിനുള്ള സിന്തറ്റിക് ട്രാക്ക് അടക്കം ഉണ്ടായിരുന്നുവെന്നും ആരുടെ താൽപര്യത്തിലാണ് അത് തിരുത്തിയതെന്നും അദ്ദേഹം ചോദിച്ചു. പരാതികളുടെ അടിസ്ഥാനത്തിൽ സ്ഥലം പരിശോധിച്ചിരുന്നുവെന്നും 100 മീറ്റർ ഓട്ടത്തിന് സൗകര്യമുള്ള ട്രാക്ക് ഒരുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ചെയർമാൻ പറഞ്ഞു. കൂടുതൽ സൗകര്യത്തിനായി സ്ഥലം ഏറ്റെടുക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് ചെയർമാൻ പറഞ്ഞു. ഷീ ലോഡ്ജ് ഉദ്ഘാടനം ഈ മാസം 31-ന് നടത്തും. 4 നിലകളിലായി 5 കോടി ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. ചൂൽപ്പുറത്തെ വെൽനസ് സെന്റർ ഉദ്ഘാടനത്തിന് സജ്ജമായതായും തീയതി പിന്നീട് അറിയിക്കുമെന്നും ചെയർമാൻ അറിയിച്ചു. തെരുവുനായ ശല്യം വർദ്ധിച്ചുവരുന്ന വിഷയം KP ഉദയൻ ഉന്നയിച്ചു. തെരുവുനായ്ക്കളെ നിയന്ത്രിക്കുന്നതിന് കേന്ദ്ര നിയമങ്ങളാണ് തടസ്സമെന്ന് ചെയർമാൻ മറുപടി നൽകി. കേന്ദ്ര നിയമത്തിൽ ഭേദഗതി വേണമെന്ന പ്രമേയം കൌൺസിൽ അംഗീകരിച്ചു. ചെയർമാൻ എം കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു.